ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വിലായത് ബുദ്ധ. നമ്മുടെ പൃഥ്വിരാജാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പൃഥ്വിരാജും ഷമ്മി തിലകനുമാണ് മെയിൻ ആൾക്കാർ. ജയൻ നമ്പ്യാറാണ് ഡയറക്ടർ. പുള്ളി ഈസ് ദി അസോസിയേറ്റ് ഡയറക്ടർ ഫോർ അയ്യപ്പൻ ആൻഡ് കോശി. അങ്ങനെ സച്ചി എന്ന് പറയുന്ന നമ്മളുടെ ലേറ്റ് സച്ചി എന്ന് പറയുന്ന ഗംഭീര ഡയറക്ടറും റൈറ്ററും ആയിട്ടുള്ള പുള്ളിയുടെ അസിസ്റ്റൻറ്റോ അസോസിയേറ്റോ എന്തോ ആണ് ഈ പുള്ളി. GR ഇന്ദുഗോപനും രാജേഷ് പിന്നാടനുമാണ് ഈ സാധനം റൈറ്റ് ചെയ്തേക്കുന്നത്. ജേക്സ് ബിജോയ് മ്യൂസിക്. പിന്നെ രണ്ടുപേരെന്തോണ് റണദേവും അരവിന്ദ് കശ്യപ്പുമാണ് സിനിമാറ്റോഗ്രാഫി. ശ്രീജിത്ത് സരങ്ങാണ് എഡിറ്റർ. അങ്ങനെയൊക്കെ പറയണ്ട. സ്റ്റണ്ടൊക്കെ അത്യാവശ്യം അടിപൊളി. ഞാൻ ഈ പടം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ആവറേജ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെയും പറയാൻ പറ്റുന്നില്ല. ഒരു ലിറ്ററലി ഒരു ഈഗോ ക്ലാഷ് പരിപാടിയൊക്കെ തന്നെയാണ്. ഒരു ചന്ദനക്കടത്ത് റൺവേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ റൺവേ ആയിട്ടൊന്നും കമ്പയർ ഒന്നും ഞാൻ ചെയ്യണില്ല. പക്ഷേ എവിടെയൊക്കെയോ ഇതിൽ ഒരു 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 ക്യാരക്ടറുണ്ട് ഈ സിനിമയിൽ. ഒരു നടി, എൻ്റെ പൊന്നു മോനെ, എന്തൊരു ചൊറി ക്യാരക്ടറുടേത്, എന്തൊരു ചൊറിയുടേത്. എൻ്റെ അമ്മോ, എനിക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് കലിയാണ് വന്നത് കണ്ടിട്ട്. എത്തൊരു ചൊറിച്ച ക്യാരക്ടറുടേത്, ചൊറി. ഞാൻ പോലെ എനിക്ക് പടത്തിൽ ആ ഒരു ലവ് ട്രാക്കും അവരുടെ ആ ഒരു ബന്ധവും എന്തോ മലയും തേങ്ങയും എനിക്ക് ഒരു വസ്തു കണക്റ്റ് ആയില്ല സിനിമയിൽ. കഥ വൈസ് ഒന്നും. വെരി സോറി ടു സേ. എനിക്ക് ഞാൻ ഒരു ചന്ദനക്കടത്ത് ആ ഒരു സാധനത്തിൽ ചുറ്റിപ്പറ്റി ഈ ഷമ്മി തിലകനും ഇതിൻ്റെതായിട്ടുള്ളൊരു ക്ലാഷ് മാത്രമാക്കിയാലും മതി എന്ന് ഞാൻ ഒരു പോയിന്റിൽ ചിന്തിച്ചു. ഇതിൻ്റെ ഇടയിലൊരു അവിഞ്ഞ ഒരു ക്യാരക്ടർ, ആ പെണ്ണിനത് പറ്റണില്ല ആ ഒരു ക്യാരക്ടർ എടുത്ത് അഭിനയിക്കാൻ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. വെരി മിസ്കാസ്റ്റഡ്. എൻ്റെ പൊന്നോ, ഒന്നും ഒരുമാതിരി ചുമ്മാ ഒരു കലിപ്പി മോന്ത മാത്രം ഇങ്ങനെ വെച്ചോണ്ട് നടക്കണം. വൻ ശോകം. ഞാൻ ഈ പടത്തിൽ ആകെ എൻജോയ് ചെയ്തത് ഷമ്മി തിലകൻ്റെ പെർഫോമൻസ്. അതിലൊരു ചെറിയ സാധനമൊക്കെ പുള്ളി ഒരു 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 പോർഷനിലൊരു ഒരു സാധനമുണ്ടോ, എന്ത് രസമായിട്ടാണ് ചെയ്തേക്കണ പുള്ളി. ഒരു രക്ഷയില്ല. ഈ പടത്തിൻ്റെ ഒരു ബാക്ക് ബോൺ ഷമ്മി തിലകനാണ് ഈ സിനിമയിൽ. അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ കൊള്ളാം. ഷമ്മി തിലകൻ ഇനി എപ്പോൾ വരും എന്നുള്ളൊരു ഇത് വരുമല്ലോ. ഒരു ലെവൽ പെർഫോമൻസ് പുള്ളി പൊളിച്ചടുക്കിയിട്ടുണ്ട്. പൃഥ്വിരാജ് പുള്ളിക്ക് കൊടുത്ത സാധനം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലിറ്ററലി നമ്മളൊരു കടുവേലും പുള്ളിയുടെ മാസ് ആക്ഷൻ പടങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു അവതാറുണ്ടല്ലോ, ആ സെയിം ഒരു ടെംപ്ലേറ്റ് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് കണ്ടത്. നത്തിങ് എക്സ്ട്രാ ഓർഡിനറി, നത്തിങ് ലൈക്ക് ചുമ്മാ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ചുമ്മാ ഇരുന്ന് കാണാൻ പറ്റുന്ന ലെങ്ത്. ഏകദേശം 3 മണിക്കൂർ ഈ പടമുണ്ട്. എന്തിനി ഞാൻ ഒരു പടം അവിടെ. ദർ ഇസ് നത്തിങ് ടു ടേക്ക് അവേ, ദർ ഇസ് നോ അഡ്രിനൽ റഷ്. ഇതെല്ലാം സ്ട്രിക്ട്ലി എൻ്റെ കാഴ്ചപ്പാടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പടം വേറെ ലെവലിൽ ഇഷ്ടപ്പെടാം, അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. എനിക്ക് വളരെ ആവറേജ് എന്നൊക്കെ പറയുന്ന ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. ചുമ്മാ ഇരുന്ന് കാണാം. കുറച്ചൊക്കെ എവിടെയൊക്കെ ആയിട്ട് ഈ പെർഫോമൻസസും ഈ ഫൈറ്റൊക്കെ, ആ ക്ലൈമാക്സ് ഫൈറ്റൊക്കെ അടിപൊളിയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ക്ലൈമാക്സ് ഒക്കെ എന്താണിത്? കുറേ അപ്പി ഗ്യാസും മോനെ അതൊക്കെ ഓക്കെ, ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്കത് മനസ്സിലായി. ബട്ട് എന്തോന്നൊക്കെ ആയിരുന്നു അതാണ് എനിക്ക് പറയാനുള്ളത് വിലായത് ബുദ്ധയെ പറ്റി. മാസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് ഇത്ര മാസ് ആക്ഷൻ സിനിമയ്ക്ക് ഇത്രയും ടൈം എടുക്കണുണ്ട്. ഇത് എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ചുമ്മാ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാന്നല്ല, വേറെ ഒന്നുമില്ല. നിങ്ങളെ സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ പറയുക എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ശരി എന്നാൽ.